ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഫിനാൻസിലെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ പലരും അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ചെക്ക് ബുക്ക്. ഇന്നത്തെ കാലത്ത് UPIയും നെറ്റ് ബാങ്കിങ്ങും ഒക്കെ വന്നതോടെ നമ്മൾ പലരും ചെക്ക് ബുക്ക് കയ്യിലെടുക്കാറില്ല. ആഴ്ചകളോ മാസങ്ങളോളോ അത് അലമാരയിലോ ബാഗിലോ ഒക്കെ ഇരിക്കും. ഒടുവിൽ എപ്പോഴെങ്കിലും ഒരു ലോണിനോ മറ്റോ ഒരു ക്യാൻസൽഡ് ചെക്ക് വേണ്ടി വരുമ്പോഴായിരിക്കും നമ്മൾ ഇത് തിരയുന്നത്. അപ്പോഴാണ് പലരും മനസ്സിലാക്കുന്നത് ചെക്ക് ബുക്ക് കാണാനില്ല എന്ന്. 2026 എത്തി നിൽക്കുമ്പോൾ ബാങ്കിങ് നിയമങ്ങൾ ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ചെക്ക് ക്ലിയറൻസ് ഒക്കെ വെറും മണിക്കൂറുകൾ കൊണ്ട് നടക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ചെക്ക് ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ ഒരാൾക്ക് പണം തട്ടാൻ മിനിറ്റുകൾ മതി. ചെക്ക് ബുക്ക് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആരെയാണ് ആദ്യം അറിയിക്കേണ്ടത്, നിയമപരമായ വശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ചെക്ക് ബുക്ക് നഷ്ടപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് പേടിക്കാതിരിക്കുക എന്നതാണ്. പക്ഷെ ഒട്ടും സമയം കളയരുത്. നിങ്ങളുടെ ബാങ്കിനെ ഉടനെ വിവരം അറിയിക്കുക എന്നതാണ് ഒന്നാമത്തെ പടി. ബാങ്കിന്റെ കസ്റ്റമർ കെയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം ബ്രാഞ്ചിലോ വിളിച്ച് സ്റ്റോപ്പ് പേയ്മെന്റ് നിർദ്ദേശം നൽകണം. ഒരു ചെക്ക് ലീഫോ അല്ലെങ്കിൽ മുഴുവൻ ബുക്കോ ആണ് നഷ്ടപ്പെട്ടതെങ്കിൽ അത് കൃത്യമായി ബാങ്കിനെ ബോധ്യപ്പെടുത്തണം. ഇന്ന് മിക്ക ബാങ്കുകളുടെയും മൊബൈൽ ആപ്പ് വഴി തന്നെ നമുക്ക് ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ചെയ്താൽ പിന്നെ ആ ചെക്ക് ഉപയോഗിച്ച് ആർക്കും പണം പിൻവലിക്കാൻ കഴിയില്ല. ചെക്ക് ബുക്ക് നഷ്ടപ്പെട്ടാൽ വെറുതെ ഇരുന്നാൽ പോരാ. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പോലീസിൽ പോയി പരാതി നൽകുക എന്നതാണ്. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി നൽകി അതിന്റെ രസീത് വാങ്ങി സൂക്ഷിക്കണം. എന്തിനാണ് പോലീസ് പരാതി എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഭാവിയിൽ നിങ്ങളുടെ ചെക്ക് ദുരുപയോഗം ചെയ്ത് ആരെങ്കിലും പണം തട്ടാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പിട്ട ആ ചെക്ക് മുടങ്ങിയാലോ നിങ്ങൾക്ക് നിയമപരമായി സുരക്ഷ ലഭിക്കാൻ ഈ പോലീസ് പരാതി അത്യാവശ്യമാണ്. ഇനി നമുക്ക് 2026 പുതിയ റിസർവ് ബാങ്ക് നിയമങ്ങൾ ഒന്ന് നോക്കാം. ഇപ്പോൾ കണ്ടിന്യൂസ് ചെക്ക് ക്ലിയറിംഗ് എന്ന സംവിധാനമാണ് നിലവിലുള്ളത്. അതായത് പണ്ട് ചെക്ക് മാറാൻ ദിവസങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ വെറും 3 മണിക്കൂറിനുള്ളിൽ ചെക്ക് ക്ലിയർ ആകും. നിങ്ങളുടെ ചെക്ക് ഉപയോഗിച്ച് ആരെങ്കിലും തട്ടിപ്പ് നടത്തിയാൽ ബാങ്കിന് അത് തിരിച്ചറിയാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ ലഭിക്കൂ. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട വിവരം റിപ്പോർട്ട് ചെയ്യാൻ വൈകിയാൽ അതിന്റെ ഉത്തരവാദിത്തം അക്കൗണ്ട് ഉടമയ്ക്കായിരിക്കും. നിങ്ങളുടെ ഒപ്പില്ലാത്ത ബ്ലാങ്ക് ചെക്കാണ് നഷ്ടപ്പെട്ടതെങ്കിൽ പോലും അപകടമാണ്. ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ഒപ്പ് വ്യാജമായി ഉണ്ടാക്കാൻ തട്ടിപ്പുകാർക്ക് വലിയ പ്രയാസമൊന്നുമില്ല. അതുമാത്രമല്ല, ചെക്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, ബാങ്ക് ബ്രാഞ്ച് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഉണ്ടാകും. ഇതുപയോഗിച്ച് മറ്റു പല തട്ടിപ്പുകൾക്കും സാധ്യതയുണ്ട്. ചെക്ക് ബുക്ക് നഷ്ടപ്പെട്ട് പുതിയത് അപേക്ഷിക്കുമ്പോൾ ബാങ്ക് ചെറിയൊരു തുക ചാർജ് ഈടാക്കാം. സാധാരണ ഒരു ചെക്ക് ലീഫിന് 3 രൂപ മുതൽ 5 രൂപ വരെയും അല്ലെങ്കിൽ ഒരു ബുക്കിന് 100 രൂപ മുതൽ 150 രൂപ വരെയും ഒക്കെയാണ് ബാങ്കുകൾ ഈടാക്കുന്നത്. ഇത് ഓരോ ബാങ്കിനും അനുസരിച്ച് മാറാം. പക്ഷെ പണം പോകുന്നതിനേക്കാൾ പ്രധാനം നിങ്ങളുടെ അക്കൗണ്ടിലെ വലിയ തുക സുരക്ഷിതമായിരിക്കുക എന്നതാണ്. പലപ്പോഴും നമ്മൾ ചെക്ക് ബുക്കിലെ അവസാനത്തെ കുറച്ച് ലീഫുകൾ ഉപയോഗിക്കാതെ കളയാറുണ്ട്. അല്ലെങ്കിൽ പഴയ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുമ്പോൾ ചെക്ക് ബുക്ക് നശിപ്പിക്കാറില്ല. ഇത് വലിയ തെറ്റാണ്. ഉപയോഗശൂന്യമായ ചെക്കുകൾ എപ്പോഴും കീറി നശിപ്പിക്കണം. അതുപോലെ ചെക്ക് എഴുതുമ്പോൾ തീയതിയും തുകയും എഴുതിയ ശേഷം വെറുതെ വിടരുത്. പേരിനും തുകയ്ക്കും ശേഷം ബാക്കിയുള്ള സ്ഥലം ഒരു വരയിട്ട് വെട്ടണം. ചെക്ക് ബുക്ക് ഒരു വെറും കടലാസ് കഷ്ണമല്ല നമ്മൾ തിരിച്ചറിയണം. അത് നിങ്ങളുടെ പണത്തിലേക്കുള്ള താക്കോലാണ്. അത് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് കൃത്യമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. ഇടയ്ക്കിടെ ചെക്ക് ബുക്കിലെ ലീഫ് എണ്ണി നോക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഒരു ലീഫ് കാണാനില്ലെങ്കിൽ അപ്പോൾ തന്നെ ബാങ്കിൽ അറിയിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചെക്ക് ബുക്ക് നഷ്ടപ്പെട്ടാൽ ബാങ്കിനെ അറിയിക്കുക, സ്റ്റോപ്പ് പേയ്മെന്റ് നൽകുക, പോലീസിൽ പരാതി നൽകുക. ഈ 3 കാര്യങ്ങൾ മറക്കരുത്. ഡിജിറ്റൽ കാലത്തും ചെക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് വലിയ ഇടപാടുകൾക്കും നിയമപരമായ കാര്യങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കേണ്ടതും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്കായി ET മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഇതൊരു നിക്ഷേപ ഉപദേശമോ നിയമോപദേശമോ അല്ല. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ബാങ്കുമായോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധനുമായോ ചർച്ച ചെയ്യുക. നന്ദി.